ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കോഴിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് 1 മണിക്കൂർ വെച്ചിട്ടുള്ള കോഴിയാണ്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഇവിടെ ഞാൻ 3 സവാളയാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ട്. സവാള അരിഞ്ഞതും കുറച്ച് വേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴട്ടി എടുക്കുക. നന്നായിട്ട് ഒരു ഗോൾഡൻ പരിവം ആവണ്ട, അതിനു മുന്നേ തന്നെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്റ്റേജ് ആവുന്ന വരെ ഒന്ന് വഴട്ടിയെടുക്കുക സവാള അവിടെ വഴണ്ട് വരുമ്പോഴേക്കും ഈ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ സവാളയും കാഷ്യൂനട്ടും വറുത്ത് പേസ്റ്റാക്കിയ മിക്സാണിത്. ഇത് നമ്മൾ സവാള വഴണ്ട് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഈ ഒരു പ്രത്യേക കൂട്ട് ചേർക്കുമ്പോഴാണ് ചിക്കൻ കറിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ്. സവാള നന്നായി മൂത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 തക്കാളി ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. തക്കാളിയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വഴണ്ട് വന്ന വരെ. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ആഡ് ചെയ്തതെല്ലാം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം സവാളയും കാഷ്യൂനട്ടും വറുത്ത് പേസ്റ്റാക്കി വെച്ച ആ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക നിറവും കിട്ടും. സാധാരണ ഒരു ചിക്കൻ കറിയിനേക്കാളും വ്യത്യസ്തമായ ടേസ്റ്റാണ് ഈ ഒരു കൂട്ടുകൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ചിക്കൻ കറി. ഈ ഒരു മിക്സ് നന്നായിട്ട് ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഗ്രേവി ചിക്കനിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കുന്നത് വരെ ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി അതിലേക്ക് കൂട്ടെല്ലാം ഒരുമിച്ച് മിക്സായി കഴിയുമ്പോൾ ചിക്കൻ വേവാനായിട്ട് നമുക്ക് വെക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ആയാലും ബിരിയാണിയുടെ കൂടെ ആയാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ സാധിക്കും. ഇനിയും ഇതുപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറികളും റെസിപ്പികളും ഞാൻ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും. താങ്ക്സ് ഫോർ വാച്ചിങ്.